പ്രവാസ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ ദുബായിൽ നിന്നും വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെടുകയും പിന്നീട് സുരക്ഷാ കാരണങ്ങളായി പൂർണ്ണമായും അടച്ചിടുകയും ചെയ്ത ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിന്റെ പ്രധാന യാത്രാ ഹബ്ബ് തുറക്കുന്നത് ആഗോള വ്യോമയാന മേഖലയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. പ്രവാസ ലോകത്തിന് ഏറെ ആശ്വാസം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ ദുബായിൽ നിന്നും വരുന്നത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും യാത്രാ ക്ലേശങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണ തോതിലുള്ള പ്രവർത്തനത്തിലേക്ക് മടങ്ങുകയാണ്. ഭാഗികമായി മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന സർവീസുകൾ പഴയപടിയാകുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരുടെ ആശങ്കകൾക്കാണ് പരിഹാരമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളും സുരക്ഷാ വെല്ലുവിളികളും കാരണം വഴിമുട്ടിപ്പോയ പ്രവാസികൾക്ക് ഈ വാർത്ത വലിയൊരു ആശ്വാസം തന്നെയാണ്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണസ്ഥിതിയിലാകുന്നതോടെ നിർത്തിവെച്ച സർവീസുകളെല്ലാം പുനരാരംഭിക്കുകയും വിസ കാലാവധി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ കുടുങ്ങിയവർക്ക് തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മടങ്ങാനുള്ള വഴി തെളിയുകയും ചെയ്യും. മേഖലയിലെ സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നു എന്നതിന്റെ സൂചന കൂടിയാണിതെന്ന് പറയാം. കോടിക്കണക്കിന് യാത്രക്കാരാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് ദുബായ് വിമാനത്താവളം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലുള്ള യാത്രക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആണിത്. പ്രതിവർഷം ഏകദേശം 9 കോടിയിലധികം യാത്രക്കാരാണ് ഈ വിമാനത്താവളം വഴി കടന്നുപോകുന്നത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ദുബായ് എയർപോർട്ട് അടച്ചുവെന്നും വിമാന സർവീസുകൾ നിർത്തിവെച്ചുമെന്നുമുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു. ഒരുപാട് പ്രവാസികളെ ഈ വാർത്ത ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു. കാരണം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വിമാനത്താവളം പഴയപടി പ്രവർത്തനത്തിലേക്ക് എത്തുന്നുവെന്ന വാർത്ത ആദ്യം പുറത്തു വന്നത്. അപ്പൊ കുടുങ്ങിയ പലരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് നാട്ടിലേക്ക് വരാൻ അവർക്കൊരു വാതിൽ തുറന്ന പോലെയായിരുന്നു. പക്ഷെ ആദ്യത്തെ വാർത്ത വന്ന് ഏതാനും നിമിഷങ്ങൾക്കകമാണ് രണ്ടാമത്തെ വാർത്ത വന്നത്, നിർത്തിവെച്ചു എന്നുള്ളത്. അത് പലരെയും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നു. എന്നാൽ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ദുബായ് വിമാനത്താവളം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇറാൻ സംഘർഷം ഒരാഴ്ച പിന്നിട്ടപ്പോൾ മേഖലയിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യമാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത്. ഇറാൻ ഭരണകൂടം നിരുപാധികം കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിലപാടും ഇസ്രായേൽ US സഖ്യത്തിന്റെ നീക്കങ്ങളും ഗൾഫ് രാജ്യങ്ങളെ ആകെ ആശങ്കയിൽ ആഴ്ത്തിയതാണ്. ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് ദുബായ് നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു അധികൃതർ. ഇതോടുകൂടി വിമാന സർവീസുകളൊക്കെ ഇന്നലെ ഉൾപ്പെടെയുള്ളത് റദ്ദാക്കപ്പെട്ടിരുന്നു. ഇത് പ്രവാസികൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. നേരത്തെ വിമാനത്താവളം അടച്ചതോടെ ആയിരക്കണക്കിന് യാത്രക്കാരുടെ യാത്രകൾ മുടങ്ങുകയും വിസ കാലാവധി തീരാറായവർ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള സർവീസുകൾ മുടങ്ങിയത് സാധാരണക്കാരായ പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. എന്നാൽ മേക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ട്രംപ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നീക്കങ്ങളും മേഖലയിലെ മധ്യസ്ഥ ചർച്ചകളും എന്നാൽ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ട്രംപ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നീക്കങ്ങളും മേഖലയിലെ മധ്യസ്ഥ ചർച്ചകളുടെയും ഒക്കെ ഭാവി എന്താകുമെന്ന ആശങ്ക ലോകത്തിനുണ്ട്. പ്രതിവർഷം 9 കോടിയിലധികം യാത്രക്കാർ ആശ്രയിക്കുന്ന ദുബായ് എയർപോർട്ട് പഴയ നിലയിലേക്ക് മടങ്ങുന്നത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറക് നൽകുന്നത്. തടസ്സപ്പെട്ട കണക്ഷൻ ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുന്നതോടുകൂടി ആഗോള യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ പൂർണ്ണമായും മാറാത്തതിനാൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് വിമാനത്താവള അധികൃതർ മുന്നോട്ട് പോകുന്നത്. മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്ക് അറുതി വരികയും സുരക്ഷിതമായ ആകാശം വീണ്ടും തെളിയുകയും ചെയ്താൽ മാത്രമേ പ്രവാസികൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും കർമ്മപദങ്ങളിലേക്കും ആത്മവിശ്വാസത്തോടെ മടങ്ങാൻ സാധിക്കൂ. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ആശ്വാസകരമായ കൂടുതൽ ഇടപെടലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ദുബായ് എയർപോർട്ട് വീണ്ടും തുറന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ആശ്വാസമാണ്. വലിയ മുൻകരുതൽ എടുത്തിട്ടാണ് അധികൃതർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാനും അവരുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഈ ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം സഹായിക്കും. പക്ഷെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണെന്നാണ് നിലവിലെ വിവരം. കാര്യം ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ട്. നിലവിലെ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക സംഘർഷമെല്ലാം പൂർണ്ണമായും അവസാനിച്ച് ലോകം ഒരു സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ പഴയ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യം. ഈ സംഘർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് പ്രവാസികളാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ അയയുമെന്നും ലോകം സമാധാനത്തിലേക്ക് തിരിച്ചെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.